ഇന്ന് തിരുവോണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന വിശ്വമാനവികതാ സന്ദേശം പകരുന്ന സമത്വത്തിന്റെ മഹത്തായ ആഘോഷം. ഉള്ളവനില്ലാത്തവന് കൊടുത്തും കഷ്ടപ്പെടുന്നവന് താങ്ങായി നിന്നും ഈ ആഘോഷത്തെ നമുക്ക് അതിന്റെ പൂർണ്ണതയിലെത്തിക്കാം. മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം. മലനാടിന്റെ വായുവിലുള്ള മധുരോദാര വികാരമാണ് ഓണം എന്നെഴുതിയത് കവി വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. മലരിൻ കൂട നിറയ്ക്കുന്ന തുമ്പകളും ദീപക്കുറ്റികൾ നാട്ടിയിരിക്കുന്ന നറുമുക്കുറ്റികളും വെള്ളിത്താലവും ഏന്തി നിൽക്കുന്ന നെയ്യാമ്പലുകളുമായി തിരുവോണത്തെ വരവേൽക്കുകയാണ് കേരളം. പ്രകൃതി ഒരുക്കിയ സ്വീകരണ പന്തലിലൂടെയാണ് മാവേലി മന്നന്റെ വരവ്. പഞ്ഞക്കർക്കടകത്തിൽ നിന്ന് ചിങ്ങവെയിലിന്റെ മന്ദഹാസം നിറയുന്ന തിരുവോണത്തിലെത്തുമ്പോൾ പ്രകൃതിബന്ധിതമായ കഥകളിൽ പോലുമുണ്ട് മനോഹാരിത. ഓണപ്പൂക്കളത്തിൽ തുമ്പപ്പൂവിന് പ്രാധാന്യം ലഭിച്ചതിൽ പോലുമുണ്ട് ഒരു ഐതിഹ്യം. മഹാബലിയെ വരവേൽക്കാൻ മറ്റു പൂക്കളൊക്കെ ഒരുങ്ങിച്ചെന്നപ്പോൾ തുമ്പ മാത്രം നാണിച്ച് ഒതുങ്ങി നിന്നു. മറ്റു പൂക്കളെ തഴുകി അനുഗ്രഹിച്ച മാവേലി തുമ്പപ്പൂവിനെ ചേർത്ത് പിടിച്ചുവത്രേ. കാർഷിക സംസ്കാരത്തിന്റെ വിളവെടുപ്പുത്സവമായ ഓണത്തിന് മാവേലിയുടെ ഐതിഹ്യം മറ്റൊരു പൂത്താലിയാണ്. കള്ളവും ചതിയും പൊളിവചനങ്ങളുമില്ലാത്ത ഒരു നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കലായി അത് മാറുന്നു. നാടിന് നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ഭരണാധികാരിയോട് സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന മറ്റേതുത്സവമാണ് ലോകത്തുള്ളത്? പൂക്കളവും പൂവിളികളുമായി തിരുവോണത്തെ വരവേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓണസദ്യയാണ്. ഉണ്ടറിയണം ഓണം എന്നാണ് പറയാറ്. കൈകൊട്ടിക്കളിയും ഓണപ്പാട്ടുകളും ഓണത്തല്ലും വടംവലിയുമൊക്കെയായി ഓണാഘോഷങ്ങൾ തുടരും. മതജാതി വേർതിരിവുകൾക്കപ്പുറം ഒരുമയുടെ സന്ദേശമാണ് മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ ആഘോഷം മുന്നോട്ട് വയ്ക്കുന്നത്. തുമ്പപ്പൂവിനെ ചേർത്ത് പിടിച്ച മാവേലി നമുക്കൊരു മാതൃകയാണ്. സാധാരണക്കാരനെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ആഹ്വാനമാണ് അതിനു പിന്നിൽ. തിരുവോണത്തിന്റെ നിറസമൃദ്ധിയിലേക്ക് നാം കടക്കുമ്പോൾ കഷ്ടനഷ്ടങ്ങൾ മൂലം ദുരിതങ്ങളിൽ പെട്ടുഴലുന്നവരെ മറന്നുകൂടാം. അവരെ കൂടി നമുക്ക് ചേർത്ത് പിടിക്കാം. ഈ നല്ല ദിനത്തിൽ അവർക്ക് സഹായങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാം. ആരും അനാഥരാകില്ലെന്നും നാം അവർക്കൊപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകാം. മനസ്സിൽ നന്മ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും 24ന്റെ തിരുവോണ ദിനാശംസകൾ. റിസർച്ച് ഡെസ്ക് 24.